ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഗൈസ്, ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ല. മഴ ഇങ്ങനെ രാവിലെ തൊട്ട് ഇന്നലെ രാത്രി തൊട്ട് നല്ല മഴയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. കണ്ടോ ഗൈസ്, സീനായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സോ 2 ദിവസമായിട്ട് എറണാകുളത്തൊക്കെ നല്ല മഴയാണെന്ന് മമ്മി വിളിക്കുമ്പോൾ പറയാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അജാക്സിന് 2 ദിവസമായിട്ട് ക്ലാസ്സിൽ പോകേണ്ടി വന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇന്നാണ് നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കണം. സോ എന്തായാലും മഴ ആയതുകൊണ്ട് ഇവിടുന്ന് പണി കഴിഞ്ഞ് ഇറങ്ങി ഞാൻ വീട്ടിലെത്തുമ്പോൾ എത്ര മണിയാവുമെന്ന് അറിയില്ല എന്ന്. സോ എന്തായാലും നമ്മുടെ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ ഗ്രീൻസ് ഇടണം. സോ മൈക്രോ ഗ്രീൻസ് ഇടാൻ വേണ്ടിയുള്ള നമ്മുടെ ട്രേകൾ റെഡിയാക്കിയാണ്, ചകിരി ചോറൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കിയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പണി. സോ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. നമ്മളത് ട്രേകൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ചധികം ട്രേസ് ഇട്ടുണ്ടായിരുന്നു. സോ അത് അധികമാണെന്ന് പറഞ്ഞു. അതാണ് ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് കുറവ് ഇടുന്നുള്ളൂ. 2 വെറൈറ്റി 4 ട്രേ വെച്ചിട്ടും പിന്നെ 2 വെറൈറ്റി ഓരോരോ ട്രേ വെച്ചിട്ട് നമുക്ക് സാമ്പിൾ ബോക്സിൽ കൊടുക്കാനായിട്ട് 4 വെറൈറ്റി ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വിത്തിട്ട് കൊടുക്കാം. സോ ഗൈസ്, നമുക്ക് ആദ്യം 10 വിത്തിട്ട് കൊടുക്കാം. സോ നമുക്ക് താഴത്തെ റോള് 10 വിത്ത് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ അതേ നമ്മളങ്ങനെ മൈക്രോ ഗ്രീൻസിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ നിൽക്കണവരൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. സോ ലെറ്റ്സ് ഗോ ആൻഡ് ട്രാൻസ്പ്ലാന്റ്. സോ ഗൈസ്, നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുക്കുക, വെക്കുക. സോ എന്തായാലും ട്രാൻസ്പ്ലാന്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റിങ് കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഭയങ്കര മഴയോടെ, അപ്പോൾ നേരത്തെ ഇറങ്ങേണ്ടത് കൊണ്ട് പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഹൈലൈറ്റ് മാളിൽ വന്നിരിക്കുകയാണ്. മമ്മി ചിക്കൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് മൈക്രോ ഗ്രീൻസ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ കൂടുതൽ സാധനങ്ങൾ കൂടെ മേടിക്കും. നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ ഇതിലൂടെ പോവുകയാണ് ഗൈസ്. നമുക്ക് ആദ്യം മയോണീസ് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടുന്ന് എന്തെങ്കിലും സോസ് എടുക്കണം. നമുക്ക് പാസ്ത ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചീസ്റ്റി പാസ്ത സോസ് എടുത്ത് നോക്കാം, എങ്ങനെയുണ്ടാവുമെന്ന് അറിയില്ല. ടൊമാറ്റോ സോസും കൂടി എടുക്കാം ഗൈസ്. ഇനിയിപ്പോൾ ഡോണട്ട് ഉണ്ടപ്പോൾ അതുകൊണ്ട് മേടിക്കാൻ തോന്നുന്നു ഗൈസ്. നമ്മൾ ആവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒക്കെ മേടിച്ച് വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ഗൈസ്, നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ, എന്താണ് അവസ്ഥ എന്നത് താഴെ കമൻറ്റ് ചെയ്യാം ഗൈസ്. ഇന്ന് നമ്മൾ ആമ്പല്ലൂർ എത്തിയപ്പോൾ തന്നെ നല്ല പൊരിഞ്ഞ ബ്ലോക്കാണ്. ഇന്ന് നമ്മൾ ലേറ്റായി ഇറങ്ങിയതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ബ്ലോക്ക് മഴ ഗൈസ്. എനിക്കാണെങ്കിൽ പണ്ടാറും വിശന്നിട്ടും പാടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ബ്ലോക്കിൽ കിടക്കുന്നതുകൊണ്ട് മേടിച്ച് ഡോണറ്റ് എടുത്ത് കഴിക്കാൻ എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ. സോ നമ്മുടെ ഡോണറ്റ് ഇവിടെ ഞാൻ പുറത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എടുക്കട്ടെ ഗൈസ്, നമ്മളെ ഡോണറ്റ് ഇവിടെ ഉണ്ട്. സോ എന്തായാലും ഇതൊന്നും അതിനെടുത്തിട്ട് അങ്ങോട്ട് കഴിക്കുക. എന്തായാലും ബ്ലോക്ക് എത്തുമ്പോഴേക്കും ഒരു സമയം അങ്ങോട്ടേക്ക് വിശന്നിട്ടും പാടില്ല. അപ്പോൾ അതിനെടുത്തിട്ടുണ്ട്, എന്താ നമുക്ക് കഴിക്കാം. കൊള്ളാം ഗൈസ്, നല്ല ഡോണറ്റാണ്. മോൾക്കം ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട, അടിപൊളിയാണ് ഗൈസ്. ഞാൻ ഡോണറ്റ് തിന്നായിരുന്നു, പക്ഷെ നമ്മൾ ഇതുവരെ ബ്ലോക്കിൽ നിന്ന് മാറിയിട്ടില്ല. ഇതുവരെ നമ്മൾ അമ്പലൂർ എത്തിയിട്ടില്ല. കട്ട ബ്ലോക്കിൽ കിടക്കാണ് ഗൈസ്. കണ്ടോ, സീനാണ്. ബ്ലോക്ക് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും സീന് മഴ, ഒരു രക്ഷയില്ലാത്ത കാറ്റും മഴയും, സീനാണ് ഗൈസ്. അപ്പം അങ്ങനെ 2 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. സോ വീട്ടിലെത്തിയപ്പോൾ സമയം 7 മണിയായി ഗൈസ്. നമുക്ക് അമ്പലൂരാണ് മെയിനായിട്ട് ബ്ലോക്ക് കിട്ടിയുള്ളൂ, പക്ഷേ ബാക്കിയുള്ളിടത്തൊക്കെ ഇന്ന് ശനിയാഴ്ച അതിൻ്റെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. നാളെ അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും